ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോൺസ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. പ്രോൺസും ക്യാപ്സിക്കവും ചേർത്ത് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു കറി. ഇത് ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ, നാനിന്റെ, നൂലപ്പം, പത്തി ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാപ്സിക്കം പ്രോൺ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാശ്മീരി മുളക് പൊടിയാണ്, അതായത് എരിവില്ലാത്ത ചുവന്ന മുളക് പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള, അത്യാവശ്യം വലുപ്പമുള്ള സവോള തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോപ്പറിൽ പൊടിയായിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി, ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് നേരിയതായിട്ട്, വളരെ കനം കുറച്ച്, അതായത് നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് വളരെ തരിതരിപ്പായിട്ട് കട്ട് ചെയ്തിട്ടിടാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇതാ, അതും നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഇതാണ് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പ്രോൺസും ക്യാപ്സിക്കും കൂടിയിട്ടുള്ള മസാലയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാപ്സിക്കം. അതായത് നമ്മൾ ക്യാപ്സിക്കം പ്രോൺസ് മസാലയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ക്യാപ്സിക്കം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിൽ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു മസാല കുറച്ച് ക്രീമി ആയിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗ്രേവി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യേണ്ടത് പാലാണ്. അപ്പോൾ നമുക്കിനി കുക്കിംഗ് തുടങ്ങിയാലോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, ഉള്ളി, സവോള എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതൊക്കെ നല്ലതുപോലെ വഴന്നു വരണം. അതേസമയം മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. നല്ല കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. നമ്മുടെ സവോള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയുടെ മെയിൻ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി
ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അതായത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തക്കാളി ഇടുന്നതിൻ്റെ മുമ്പ് ചേർക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ പെട്ടെന്ന് വിട്ടുപോയതായിരുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ തക്കാളി ഒന്ന് വെന്തൊന്ന് കുഴഞ്ഞ പരുവത്തിലെത്തില്ലേ, ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രോൺസിൽ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വെച്ചിരുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ കുക്കായിട്ട് വരണം. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെമ്മീനിൽ നിന്ന് തന്നെ ഇതിലേക്ക് നല്ലതുപോലെ വെള്ളം ഇറങ്ങിക്കോളും. ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. നമ്മുടെ പ്രോൺസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഇതിനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. നമ്മൾ ഗ്രേവിയിൽ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പ്രോൺസിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറിക്ക്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി. അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ, നാനിൻ്റെ, നൂലപ്പം, പത്തിരിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു മസാലയും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.